പത്രത്തിൽ ഈ അക്ഷരോത്സവത്തിൻ്റെ വാർത്തകൾ വായിക്കുമ്പോൾ അതിൻ്റെ വൈവിധ്യം എന്നെ അമ്പരപ്പിക്കാറുണ്ട്. ഉള്ളടക്കത്തിൻ്റെ ഈ വൈവിധ്യത്തിനോടൊപ്പം ഇതിൻ്റെ സംഘാടനവും എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഇത്തവണ വിവിധ ദേശങ്ങളിൽ നിന്നായി 700-ലധികം പ്രതിഭകളാണ് എത്തുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവരെയെല്ലാം തുല്യ പ്രാധാന്യത്തോടെ സ്വീകരിച്ച് അവർക്ക് യാതൊരു വിഷമങ്ങളും നേരിടാതെ തിരിച്ചയക്കുക എന്നതൊരു ഭഗീര പ്രയത്നം തന്നെയാണ്. കഴിഞ്ഞ 6 വർഷമായി അത് ഭംഗിയായി നടത്തുന്ന അക്ഷരോത്സവം ചെയർമാൻ MV ശ്രേംസ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ടീം മാതൃഭൂമിയെ ഞാൻ ഈ കാര്യത്തിൽ അഭിനന്ദിക്കുന്നു. മാതൃഭൂമിയുടെ സാന്നിധ്യത്തിൻ്റെ ഏറ്റവും പുതിയ തലമുറയും ഇതിലുണ്ട് എന്നും എനിക്കറിയാം. ഒത്തൊരുമയോടെ നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്നത് ജോലി മാത്രമല്ല, അത്ഭുതകരമായ സാംസ്കാരിക പ്രവർത്തനം കൂടിയാണ്. വരും വർഷങ്ങളിൽ ഇതുപോലെ ഗംഭീരമായി ഈ അക്ഷരോത്സവം നടത്താൻ നിങ്ങൾക്ക് സാധിക്കുമാറാകട്ടെ. ഇതിനു മുമ്പ് ഒരിക്കൽ അക്ഷരോത്സവത്തിൻ്റെ വേദിയിൽ ഞാൻ എത്തിയിട്ടുണ്ട്. അജ്ഞാതനായി സദസ്സിലിരുന്ന് ഇവിടെ നടക്കുന്ന വലിയ ഭാഷണങ്ങൾ കേൾക്കുക എന്നത് എൻ്റെ ഒരിക്കലും നടക്കാത്ത മനോഹരമായ സ്വപ്നമാണ്. സാധിക്കാത്ത കാര്യങ്ങളാണല്ലോ നമ്മൾ ചിലപ്പോൾ സ്വപ്നം കാണുക. അടുത്ത 4 ദിവസം ഇവിടെ നടക്കുക ഒരു വലിയ മഹോത്സവമാണ്. അത് നിങ്ങൾ കണ്ടാസ്വദിക്കുമ്പോൾ നിങ്ങൾ എന്നെ ഓർക്കുക. ഞാൻ വിദൂരത്ത് എൻ്റെ ഏകാന്തയിലിരുന്നെല്ലാം കേട്ടും വായിച്ചും മനസ്സിലാക്കിക്കൊള്ളാം. അക്ഷരോത്സവമായതുകൊണ്ട് 4 വരി കവിത ചൊല്ലി ഈ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കാൻ എന്നെ അനുവദിക്കണം. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കവികളിൽ ഒരാളായ P. കുഞ്ഞിരാമൻ നായരുടെ കളിയച്ഛൻ എന്ന കവിതയിലെ ഈ 4 വരികൾ എപ്പോഴും ഞാൻ കേൾക്കുകയും ചൊല്ലുകയും ചെയ്യാറുള്ളതാണ്. ഈ വരികളിലെ പ്രപഞ്ച ദർശനമാണ് എന്നെ ആകർഷിച്ചത്. മനുഷ്യനിലെ മഹത്തായ സർഗപ്രതിഭയെ നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും 4 നല്ല ദിവസങ്ങൾ, ഉത്സവ ദിനങ്ങൾ ആശംസിച്ചുകൊണ്ടും ഈ കവിതയിലെ വരികൾ ഞാൻ ചൊല്ലാം. ലോലപീതാംബര ചാർത്തുകൾക്കപ്പുറം പീലിമുടി വനമാലകൾക്കപ്പുറം പ്രീതിപ്പൊലീമതൻ പൊൻതിടമ്പാം മഹാ ജ്യോതിസ്വരൂപനെ കാണുന്നതില്ലയോ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.